5-ാം ദിവസം രാവിലെ 8 മണി. എന്താ ഇത്? പെർമിഷൻ ലെറ്റർ ആണ് പ്രേത മാഡം. അതൊന്നും നടക്കില്ല. തൂക്കിക്കൊല്ലുന്ന ആളെ പോലും അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കും. അതേപോലെ ഞങ്ങളോടും ചോദിച്ചൂടെ? ഞങ്ങളും ജയിലിലുള്ള പോലെയല്ല നിന്റെ അടുത്ത് ഇരിക്കുന്നത്. ഒന്ന് കൺസിഡർ ചെയ്യേണ്ട പ്രേത മാഡം. ഞങ്ങൾക്ക് എങ്ങനെ മരണം ഉറപ്പായി കഴിഞ്ഞു. ഒറ്റ പ്രാവശ്യം പോയിട്ട് വന്നേക്കാം. ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവൂലേ? അതെ മാഡം, ഞങ്ങളുടെ ആഗ്രഹം നടന്ന നിങ്ങളുടെ ആഗ്രഹം നടന്ന പോലല്ലേ? ഇങ്ങനെ തന്നെയല്ല ലാസ്റ്റ് ടൈം നിങ്ങൾ എസ്കേപ്പ് ആവാൻ നോക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം വേറെ സിറ്റുവേഷൻ ആയിരുന്നു, ഇത്തവണ വേറെ സിറ്റുവേഷനും. അവസാനായിട്ട് എല്ലാവർക്കും ഒന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ച തെറ്റാണോ? ഒന്ന് മനസ്സ് കാണിക്കുന്നേ. ശരി, നിങ്ങൾക്ക് പുറത്തു പോകാം. കണ്ടീഷൻ നമ്പർ 1, നിങ്ങൾക്ക് 5 പേർക്കും പുറത്തു പോകാം. പക്ഷേ ആ 3 പെണ്ണുങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. എന്റെ കൂടെ ഇവിടെ ഉണ്ടാകും. സെക്കൻഡ് കണ്ടീഷൻ, വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾ എല്ലാവരും തിരിച്ചു വരണം. വന്നില്ലെങ്കിൽ ആ പെണ്ണുങ്ങളെ ഞാൻ കൊന്നുകളയും. മൂന്നാമത്തെ കണ്ടീഷനോ? പുറത്തു പോയിട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് വന്നാൽ എങ്ങനെയാ? അതിനു വേണ്ടിയാ നിങ്ങളെല്ലാവർക്കും ഈ ഇരുമ്പ് സിംഹങ്ങളെ ഇരുമ്പ് പൂട്ടിൽ പൂട്ടിയല്ലോ. ഇനിയിപ്പോ എന്താടാ ചെയ്യാ? ശരി, പോവാ. മരുമക്കളെ, നമ്മളൊക്കെ ജീവനോടെ പുറത്തു വന്നൊരു സ്വപ്നം പോലെ തോന്നുന്നടാ. ശരീരത്തിനകത്ത് മുഴുവൻ തുരുമ്പ് പിടിക്കുന്ന തോന്നുന്നത്. തായ്ലാൻഡും വേണ്ട ഞാൻ ഇവിടുന്ന് പോവാണ്. എങ്ങനെയാ വീടിന്ന് പുറത്തു വന്നു? ഒന്ന് നാടൊന്ന് ചുറ്റി കണ്ടിട്ട് അങ്ങനെ തന്നെ ഓടി രക്ഷപ്പെട്ടാലോ? നീ എന്തൊക്കെയാ പറയുന്നേ? ഈ ട്രീറ്റ്മെന്റ് വേണ്ടി ഇവിടെ വന്നത് ഇയാളോ ട്രീറ്റിന് വേണ്ടിയും. പക്ഷെ ഞങ്ങൾ അങ്ങനെയാണോ? താലി എടുത്ത് തായ്ലൻഡ് വരെ കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇവിടെ പോകാൻ പറ്റുമോ? വൃത്തിയുടെ പന്നത്തേണ്ടി ഞാൻ എന്റെ വൈഫില്ലാണ്ട് ഇവിടുന്ന് ഒരു അനക്കം പോലില്ല. എത്ര ദിവസം എന്തൊക്കെ ആയാലും ശരി, ഞാൻ എന്റെ വൈഫില്ലാണ്ട് വരത്തില്ല. നീ വേണേ പോടാ പറ്റി. നീയൊക്കെ മനുഷ്യന്മാരാണോ? ഇപ്പൊ വന്ന് എനിക്കേ ഇവരെ സഹായിക്കാൻ തോന്നുന്നുണ്ട്. നീയൊരു സ്വന്തക്കാരൻ, നീയൊരു ഫ്രണ്ട്. നിങ്ങളൊന്നും പേടിക്കണ്ട ബോസ്. അറിയാവുന്ന ഒരാളുണ്ട്, അവരുടെ കൂട്ടിക്കൊണ്ട് പോവാം. അയാൾ ഇറങ്ങിയ പ്രേതമല്ല, ഓടും. കണ്ട പ്രേതമല്ല, പേടിക്കും. തൂങ്ങുന്നത് ശരിയായ സ്ഥലത്ത് തന്നെ, പക്ഷെ എല്ലാം പൂട്ടാണല്ലോ. ഞാൻ പുറത്ത് സ്പൂണും കണ്ടിട്ടുണ്ട്, ചട്ടിയും കണ്ടിട്ടുണ്ട്. ഇതെന്ത് ചട്ടിയാ? ഓ, ഫേഷ്യനാണോ? ഇരിക്കൂ. താങ്ക് യു സാമി. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നെന്ന് മനസ്സിലായി. ഓരോ ആത്മാവും തന്റെ നിറവേറാത്ത ആഗ്രഹങ്ങളെ ഓരോ രീതിയിൽ തീർക്കും. ഇപ്പൊ പറയൂ, നിങ്ങളുടെ വീട്ടിലുള്ള ആത്മാവ് എന്താ ചോദിക്കുന്നേ? ഇറച്ചി മീനാണോ? അല്ലല്ല. സാധനമാണോ? ഇല്ല സാമി. വേറെന്താ ചോദിക്കുന്നേ? പ്രതികാരം ചെയ്യാനാണോ? അല്ല സ്വാമി. വേറെന്താ ചോദിക്കുന്നേ? സ്വാമി, അത് ബൂമ്പും ചോദിക്കുന്നു. ബൂമ്പും ചോദിക്കുന്നോ? അതെ സ്വാമി. ആരുടെ കൂടെയാ? എല്ലാരോടൊപ്പം സ്വാമി. ആ ആത്മാവിന്റെ ആഗ്രഹം വളരെ കൂടുതലാണ്. സോ ആ ആത്മാവിന്റെ ആഗ്രഹം തീർക്കാതെ അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്കൊരു കൊച്ചു കഥ പറഞ്ഞു തരട്ടെ. എന്താ സാമി? വിജയും വിജയ് സേതുപതി എല്ലാരും പറയുന്നല്ലേ കൊച്ചു കഥ. ഇതൊക്കെ എന്തിനാ സാമി? അനിയ, അവര് പറഞ്ഞത് ഒരു ചെറിയ കഥ. ഞാൻ പറയാൻ പോകുന്നത് കുറെ കുട്ടികൾ ഉണ്ടാക്കിയവന്റെ കഥ. ഈ നാട്ടില് ആടിനിരിക്കട്ടെ പെണ്ണിനിരിക്കട്ടെ, മൂക്ക് നീണ്ടിരിക്കില്ല, എല്ലാവർക്കും ചപ്പിയായിരിക്കും. പക്ഷെ 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരുത്തിന് മാത്രം മൂക്ക് നീണ്ടിരുന്നു. അതിനെ കണ്ട ആണുങ്ങൾ അവന് കളിയാക്കി ചിരിച്ചു. പക്ഷെ പെണ്ണുങ്ങൾ മൂക്ക് തന്നെ ഇത്ര നീളമുണ്ടെങ്കിൽ മുട്ടിന് മുകളിലുള്ള ആശ്ചര്യം കൊണ്ട് അവന്റെ മൂക്കിന്റെ മുകളിൽ തന്നെ കൈവച്ചു. അവന്റെ മൂക്ക് തൊട്ട കൂടെ വന്ന് 30 ആണുങ്ങളുടെ ശക്തി കിട്ടും. അവന് എല്ലാവർക്കും സ്വർഗം തന്നെ കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങൾക്കും അവന്റെ ആക്രാന്തം കൂടി അത് റാണി വരെ എത്തിച്ചേർന്നു. പിന്നെ എന്താ സംഭവിച്ചേ സ്വാമി? ഇത് അറിഞ്ഞ രാജാവ് അവൻ അവിടെ തന്നെ നിർത്തി പാകം ചെയ്ത് ശില്പമാക്കി. പക്ഷേ ഈ കഥ മനസ്സിലാക്കിയ ഒരു പെണ്ണ് മാത്രം അവനെ പോലെ തന്നെ ഒരു ഭർത്താവ് ഒക്കെ വേണമെന്ന് ആ ശില്പത്തെ ദൈവമായി വിചാരിച്ച് 40 വർഷം തപസ് ചെയ്തു. പക്ഷേ അവളുടെ ആഗ്രഹത്തെ പോലെ ഒരാണുങ്ങളും അവക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ദേഷ്യപ്പെട്ട ആ പെണ്ണ് അന്ന് രാത്രി നല്ലവണ്ണം കുടിച്ചിട്ട് ആ ശില്പത്തിന്റെ മുമ്പ് ഇരുന്ന് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അവൾക്ക് വയസ്സും ജീവിതം പോയ വിഷമത്തിൽ അവളുടെ ചെരുപ്പെടുത്ത് ശില്പത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ശില്പത്തിന്റെ മൂക്ക് പൊട്ടി അവളുടെ മുമ്പിൽ വന്ന് വീഴുന്നു.
അത് എടുക്കാൻ പോയപ്പോ അത് എഴുന്നേറ്റ് നിന്നു. അവൾ അത്ഭുതപ്പെട്ട് നോക്കിയപ്പോ ആ മൂക്ക് ശില്പത്തിന്റെ മഹത്വം അപ്പോഴാണ് അവള് മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞ ആ പെണ്ണിന് എന്ത് പറ്റി സ്വാമി? 60 വയസ്സായില്ലേ? പോയി മോനെ. സ്വാമി, ആ? ആ കഥയും ഞങ്ങൾ തമ്മിൽ എന്താ സ്വാമി ബന്ധം? ബന്ധം ഉണ്ടെന്നേ. ആ. നല്ല കേട്ടോളി. ആ മൂക്ക് എടുത്തോണ്ട് പോയി നിങ്ങളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിന്റെ അടുത്ത് കൊടുത്താലേ നിങ്ങളെ സ്വതന്ത്രരാവും. സ്വാമി, അതെവിടെ സ്വാമി? അതെവിടെയാണ്? പറയൂ സ്വാമി. പറയാ മക്കളെ. പക്ഷെ അതിനു മുമ്പ് ഈ ഷെഡി മാത്രം ഒന്ന് അയച്ചു തരും സ്വാമി, പ്ലീസ് സ്വാമി. ഇവരെ ഈ ഷഡ്ഡി എന്നെ കൊണ്ട് ഊരാൻ പറ്റില്ല. ആരും അത് കാണാത്ത വിധത്തിൽ ചെയ്തു തരാം. ഇവിടെ നിന്ന് ഒരു 200 കിലോമീറ്റർ പോയാലേ സു മൂ പാ എന്നുള്ള ഒരു മലയുണ്ട്. അതിന്റെ അകത്ത് പഴയ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലേക്ക് പോകാന് ഒരു പുഴ കടന്നു പോകണം. ആ ഗ്രാമം കഴിഞ്ഞ് 4 കിലോമീറ്റർ തെക്കോട്ട് പോയാ അവിടെയാണ് മൂക്ക് ദൈവത്തിന്റെ ശില്പം ഉള്ളത്. ആ ശില്പത്തിന് മുമ്പ് നിന്ന് 5 അടി മുന്നോട്ട് വന്ന് 2 അടി ഇടത്തോട്ട് പോയി അവിടുന്ന് 4 അടി വലത്തോട്ട് പോയി വീണ്ടും 2 അടി ഇടത്തോട്ട് വന്നാലേ അവിടെയാണ് മൂക്ക് കുഴിച്ചിട്ടിരിക്കുന്നത്. ഒരു അത്യാവശ്യ കാര്യം, ആ മൂക്ക് മാത്രം കൈകൊണ്ട് തുടരുത് കേട്ടോ. ഓക്കേടാ. 1 2 3 4 5. എന്തിനാണ് അവനിങ്ങനെ പേടിപ്പിക്കുന്നത്? ഇപ്പൊ 2 അടി ലെഫ്റ്റ്. ഓക്കെ, ഇപ്പൊ 4 സ്റ്റെപ്പ് റൈറ്റ്. സ്റ്റോപ്പ് ഇറ്റ്. എടാ അവൻ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കും. അതെല്ലാം സെന്റർ തന്നെയാന്ന് തോന്നുന്നു. നീ അങ്ങോട്ട് കുത്തിക്കത്. അമ്മാവ പാരതമ്മാവ. ഇന്ന വരുമോനെ കുത്തളിയാ കുത്ത്. വീട് വിട്ട് പുറത്തു പോയ ആണുങ്ങൾ രാത്രി 8 മണിക്കുള്ളിൽ തിരിച്ചു വരുമോ എന്നുള്ള വിഷമത്തിലാണ് പെണ്ണുങ്ങൾ. തോണ്ട് 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 ഇരിക്കുന്നുണ്ട്. പതുക്കെ തുറക്ക്. പോക്കറ്റ് പോലെ ഉണ്ടല്ലോ. തൊട്ടു പോരുത്, കൊന്നു കളയും. എടുത്ത് വായിക്കാത്ത വെക്കണം. പറ്റി ഇരുട്ടായ പേടിയിൽ ഹൗസ് മേറ്റ്സ്, ആഞ്ഞ കുത്തിനു വേണ്ടി കാത്തിരിക്കുന്ന മൂടായ പ്രേതം. ഇവിടെ വന്നത് തൊട്ട് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പൊ അവളുടെ കൂടെ അകത്ത് പോയിട്ട് ഞാൻ ജീവനോടെ പുറത്തു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഒരുപക്ഷെ ഞാൻ വന്നില്ലെങ്കിൽ നീ എന്നെ വിചാരിച്ച് നിന്റെ ജീവിതം പാഴാക്കരുത് പൂജ. അളിയാ അളിയാ എന്താടാ? 1 മിനിറ്റ് ഒന്ന് വന്നേ. 1 മിനിറ്റ് പൂജ, എന്താ കാര്യം? എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അകത്ത് പോയാൽ സാധനം കൊടുത്തിട്ട് നീ 5 മിനിറ്റ് പുറത്തു വരില്ല. എങ്ങനെയും എന്തിനാ ആവശ്യമില്ലാത്ത ഈ സെന്റിമെന്റ്സ് ഒക്കെ ഇപ്പോ? എടാ, ഈ പെണ്ണുങ്ങൾക്ക് വളരെ ഈസി ചെയ്യുന്ന ജോലി പോലും അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന പോലെ ചെയ്താൽ മാത്രമാണ് അവർക്ക് ഇഷ്ടപ്പെടൂ. ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലല്ലേ റൊമാൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. നല്ല കാര്യമാണ്, നല്ല കാര്യം കേട്ടോ. ശരി, ഓക്കെ. ആ എടാ, അകത്ത് വെക്കേണ്ട സാധനം എല്ലാം വെച്ചു. ഓക്കെ ഓക്കെ, നീ അകത്ത് പോകുന്നു, പണി തീർക്കുന്നു, പെട്ടെന്ന് പുറത്തു വരുന്നു. ഓക്കെ, അതേപോലെ ഞാൻ അകത്തുനിന്ന് വരുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും മാറ്റർ തീർത്തേക്കണം. ഓക്കെ, താങ്ക് യു അളിയാ. ഗുഡ് ലക്കേ. മോളെ നീ എന്ത് ചെയ്യും? അവനൊന്ന് കെട്ടിപ്പിടിച്ച് നല്ലപോലെ ചൂടാക്കി അയച്ചേ. നല്ല എല്ലാം ശരിയാവത്തുള്ളൂ. നീ ഒന്നും പറയണ്ട. ഇതൊക്കെ നമ്മുടെ സമയദോഷത്തിന്റെ. നീ ഉറപ്പായിട്ടും തിരിച്ചു വരും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. നീ തിരിച്ചു വരും. മരുമോനെ, സൂക്ഷിച്ചു പോ മരുമോനെ.